Hi dears, how are you? I think all of you fine. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് യൂണിറ്റ് 3 ഫുഡ് ആൻഡ് ഇറ്റ് ഈസ് ന്യൂട്രിയൻസ് എന്ന ചാപ്റ്ററിലെ ന്യൂട്രിയൻ കോമ്പോണൻസ് ഓഫ് ഫുഡ്. അതിൽ നമ്മൾ കോമ്പോണൻസുകൾ ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? പ്രോട്ടീൻ, അതേപോലെ തന്നെയാണ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, മിനറൽസ്. ദെൻ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? 9 മിനറൽസുകളെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് വിറ്റാമിൻസ്. വിറ്റാമിൻസ് ആർ എസെൻഷ്യൽ ന്യൂട്രിയൻറ്റ് ഫോർ ദ ബോഡീസ് ഓവറോൾ ഹെൽത്ത്. ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും എന്താവശ്യമാണ്? വിറ്റാമിൻസ് ആവശ്യമാണ്. ബട്ട് ദേ ആർ ഫൗണ്ട് ഇൻ വെരി ലോ എമൗണ്ട് ഇൻ ഫുഡ്. എല്ലാ ഫുഡിലും ചെറിയ അളവിൽ മാത്രമേ എന്തുള്ളൂ? വിറ്റാമിൻസ് ഉള്ളൂ. സിൻസ് അവർ ബോഡി ഡസ് നോട്ട് ഹാവ് ദ എബിലിറ്റി ടു പ്രൊഡക്റ്റ് ദീസ്, ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു പ്രൊവൈഡ് ദം ഇൻ ഫുഡ്. ഈ നമ്മുടെ ബോഡിക്ക് സ്വന്തമായിട്ട് വിറ്റാമിൻസ് ഉൽപ്പാദിപ്പിക്കാനുള്ള എബിലിറ്റി ഇല്ല, കഴിവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ബോഡിക്ക് എന്ത് കൊടുക്കണം? വിറ്റാമിൻസ് പ്രൊവൈഡ് ചെയ്യണം. വിറ്റാമിൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 groups based on whether their solubility is in fat or water. വിറ്റാമിൻസിനെ ലയത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണ്? ഫാറ്റ് സെലൂബിൾ വിറ്റാമിൻ, വാട്ടർ സെലൂബിൾ വിറ്റാമിൻ. ഫാറ്റ് സെലൂബിൾ വിറ്റാമിൻസ് ആർ വിറ്റാമിൻ എ, ഡി, ഇ, കെ. വാട്ടർ സെലൂബിൾ വിറ്റാമിൻസ് ആർ വിറ്റാമിൻ ബി ആൻഡ് വിറ്റാമിൻ സി. അതായത് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസുകൾ ഏതൊക്കെയാണ്? വിറ്റാമിൻ ബി, വിറ്റാമിൻ സി. ഫാറ്റിൽ ലയിക്കുന്ന വിറ്റാമിൻസുകൾ ഏതൊക്കെയാണ്? വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ. നമ്മൾ ഷോർട്ടായി പറയുന്നു വിറ്റാമിൻ എ, ഡി, ഇ, കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എ ഈസ് എസെൻഷ്യൽ ഫോർ വിഷൻ, എസ്പെഷ്യലി ഇൻ ഡിം ലൈറ്റ്, മെയിൻറ്റെയിനിങ് സ്കിൻ ഹെൽത്ത്, പ്രോപ്പർ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് ഇമ്മ്യൂണിറ്റി. വിറ്റാമിൻ എ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കാഴ്ചശക്തിയാണ്. എങ്ങനെയുള്ള കാഴ്ചശക്തിയാണ്? ഡിം ലൈറ്റിലുള്ള കാഴ്ചശക്തിയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന്, പ്രോപ്പർ ഗ്രോത്തിന്, ഡെവലപ്മെൻറ്റിന്, ഇമ്മ്യൂണിറ്റി ഇതിനൊക്കെ എന്താ ആവശ്യമാണ്? വിറ്റാമിൻ എ ആവശ്യമാണ്. വെജിറ്റബിൾസ്, യെല്ലോ ഫ്രൂട്ട്സ്, ചീസ്, മിൽക്ക്, എഗ് യോക്ക്, ബട്ടർ, ഗീ, liver and leafy greens are the source of vitamin A. വിറ്റാമിൻ എന്റെ സോഴ്സസ് ഏതൊക്കെയാണ്? വെജിറ്റബിൾസ്, യെല്ലോ ഫ്രൂട്ട്സ്, ചീസ്, മിൽക്ക്, എഗ് യോക്ക്, ബട്ടർ, ഗീ, ലിവർ, ലീഫി ഗ്രീൻസ്. ഇതൊക്കെയാണ് എന്ത്? വിറ്റാമിൻ എന്റെ സോഴ്സസ്. ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി. വിറ്റാമിൻ ബി ഈസ് നീഡഡ് ടു ഹെൽപ്പ് ദ ബോഡി യൂസ് എനർജി ആൻഡ് സപ്പോർട്ട് ഡൈജസ്റ്റീവ് ഹെൽത്ത്. അതായത് നമ്മുടെ ശരീരത്തിലെ എനർജി യൂസ് സാധ്യമാകുന്നതിനും അതുപോലെ തന്നെയാണ് ഡൈജസ്റ്റീവ് ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്നതിനും, അതായത് ദഹനപരമായിട്ടുള്ള നമ്മുടെ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്നതിനും എന്ത് സഹായകമാകുന്നുണ്ട്? വിറ്റാമിൻ ബി നമ്മുടെ ബോഡിയെ സഹായിക്കുന്നുണ്ട്. ലെഗ്യൂംസ് ആൻഡ് ഗ്രെയിൻസ് സച്ച് ആസ് വീറ്റ് ആൻഡ് റൈസ് ആർ സോഴ്സ് ഓഫ് വിറ്റാമിൻ ബി. വിറ്റാമിൻ ബിയുടെ സോഴ്സസ് ഏതൊക്കെയാണ്? ലെഗ്യൂംസ്, പയറുവർഗ്ഗങ്ങൾ, ഗ്രെയിൻസ്, വീറ്റ്, റൈസ്. ഇതൊക്കെയാണ് എന്ത്? വിറ്റാമിൻ ബിയുടെ സോഴ്സസ്. There are 8 types of vitamin B. 8 തരത്തിൽ എന്തുണ്ട്? വിറ്റാമിൻ ബി ഉണ്ട്. കളക്റ്റീവ്ലി കോൾഡ് ബി കോംപ്ലക്സ് വിറ്റാമിൻസ്. ഈ 8 വിറ്റാമിൻസിനെ മൊത്തത്തിലുള്ള പറയുന്ന പേരാണ് എന്ത്? ബി കോംപ്ലക്സ് വിറ്റാമിൻസ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ തയാമിൻ, B1, അസിസ്റ്റ് ഇൻ ദ ഗ്രോത്ത് ആൻഡ് ഫങ്ഷൻസ് ഓഫ് വേരിയസ് സെൽസ്. തയാമിൻ അതായത് B1 അതായത് നമ്മുടെ വിവിധ കോശങ്ങളുടെ വളർച്ചയ്ക്കും ഫങ്ഷൻസിനും സഹായിക്കുന്ന ആരാണ്? തയാമിനാണ്. ദെൻ സെക്കൻഡ് വൺ റൈബോഫ്ലോവിൻ, B2, അസിസ്റ്റ് ഇൻ ദ ഗ്രോത്ത് ഓഫ് സെൽസ്, എനർജി പ്രൊഡക്ഷൻ ആൻഡ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റ്. നമ്മുടെ സെല്ലുകളുടെ ഗ്രോത്തിനും എനർജിക്കും എന്താവശ്യമാണ്? റൈബോഫ്ലോവിൻ ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഫാറ്റ് ഇല്ലാതാക്കാനും എന്താവശ്യമാണ്? റൈബോഫ്ലോവിൻ ആവശ്യമാണ്. ദെൻ തേർഡ് വൺ നയാസിൻ, B3, ഹെൽപ്പ് ടു റിലീസ് എനർജി ഫ്രം ഫുഡ്, ക്രിയേറ്റ് ആൻഡ് റിപ്പയർ DNA. നമ്മുടെ ഫുഡിൽ എനർജി റിലീസ് ചെയ്യുവാനും അതുപോലെ തന്നെയാണ് DNA റിപ്പയർ ചെയ്യുവാനും ക്രിയേറ്റ് ചെയ്യുവാനും നമ്മുടെ ബോഡിയിൽ എന്താവശ്യമാണ്? നയാസിൻ ആവശ്യമാണ്. ദെൻ ഫോർത്ത് പാൻറ്റോഥനിക് ആസിഡ്, B5, ഹെൽപ്പ് ബ്രേക്ക് ഡൗൺ ഫാറ്റ് ആൻഡ് പെർഫോം അതർ മെറ്റബോളിക് ഫങ്ഷൻസ്. നമ്മുടെ ബോഡിയിലെ ഫാറ്റ് ഇല്ലാതാക്കുകയും അതുപോലെ തന്നെയാണ് മെറ്റബോളിക് ഫങ്ഷൻസ് നടക്കണമെങ്കിലും എന്താവശ്യമാണ്? പാൻറ്റോഥനിക് ആസിഡ് ആവശ്യമാണ്. ദെൻ ഫിഫ്ത്ത് വൺ pyridoxine, B6. It is important for normal brain development and for keeping the nervous system and immune system healthy. അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനും നമ്മുടെ എൻസൈമുകളുടെ വിവിധ പ്രവർത്തനത്തിനും
നല്ല നാഡീനരമ്പുകളുടെ സങ്കോചത്തിനും നല്ലൊരു ഇമ്മ്യൂണി സിസ്റ്റം നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ പൈറഡോക്സിൻ എന്നുള്ള ബി കോംപ്ലക്സ് വിറ്റാമിൻസ് ആവശ്യമാണ്. ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് ബയോട്ടിൻ B7. ഇറ്റ് ഹെൽപ്പ് ടു കീപ് സ്കിൻ, ഹെയർ, ഐസ്, ലിവർ ആൻഡ് നെർവസ് സിസ്റ്റം. അതായത് നമ്മുടെ ബോഡിയിലെ സ്കിന്ന്, ഹെയർ, ഐസ്, ലിവർ, അതുപോലെ തന്നെയാണ് നാഡീനരമ്പുകളുടെ പ്രവർത്തനം, ഇതൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ, കീപ്പ് ചെയ്യുവാൻ ആരാവശ്യമാണ് നമ്മുടെ ബോഡിയിൽ? ബയോട്ടിൻ എന്നുള്ള ബി കോംപ്ലക്സ് വിറ്റാമിൻസ് ആവശ്യമാണ്. ദെൻ 7th ആണ് ഫോളൈറ്റ് B9. It is important in red blood cell formation and healthy cell growth and functions. അതായത് നമ്മുടെ റെഡ് ബ്ലഡ് സെല്ലിൻ്റെ ഫോർമേഷനും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള സെല്ലിൻ്റെ ഗ്രോത്തിനും ഫങ്ഷൻസിനൊക്കെ എന്ത് ആവശ്യമാണ്? ഫോളൈറ്റ് ആവശ്യമാണ്. ദ ലാസ്റ്റ് വൺ കോബലാമിൻ B12. അസിസ്റ്റ് ഇൻ ഫോമിങ് റെഡ് ബ്ലഡ് സെൽ ആൻഡ് DNA. നമ്മുടെ ബോഡിയിൽ റെഡ് ബ്ലഡ് സെല്ലിൻ്റെ ഫോർമേഷനും DNA ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ എന്താവശ്യമാണ്? കോബലാമിൻ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 8 ബി കോംപ്ലക്സ് വിറ്റാമിൻസ് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? തയാമിൻ, റൈബോഫ്ലോവിൻ, നയാസിൻ, പാൻറ്റോഥനിക് ആസിഡ്, പൈറഡോക്സിൻ, ബയോട്ടിൻ, ഫോളൈറ്റ് ആൻഡ് കോബലാമിൻ. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. നമ്മളെല്ലാം കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വിറ്റാമിനാണ് എന്ത്? വിറ്റാമിൻ സി. ഓക്കെ, വിറ്റാമിൻ സി ഹെൽപ്സ് ഇൻ ദ സ്ട്രെങ്ത് ആൻഡ് മെയിൻറ്റെയിൻസ് ഓഫ് ബോഡി സെൽസ്, പ്രൊട്ടക്ട് ദ ഹെൽത്ത് ഓഫ് ടീത്ത് ആൻഡ് ഗംസ്. നമ്മുടെ ബോഡിയിലുള്ള സെല്ലുകളുടെ സ്ട്രെങ്ത്തിനും മെയിൻറ്റെയിൻസിനും എന്താവശ്യമാണ്? വിറ്റാമിൻ സി ആവശ്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യമുള്ള പല്ലുകൾക്കും മോണകൾക്കൊക്കെ എന്താവശ്യമുണ്ട്? വിറ്റാമിൻ സി ആവശ്യമുണ്ട്. Vitamin C is found in fruits, leafy vegetables, potatoes, sprouted legumes, guava and gooseberries, etc. അതായത് വിറ്റാമിൻ സി ഉള്ള സോഴ്സസ് ഉള്ള ഫുഡുകൾ ഏതൊക്കെയാണ്? ഫ്രൂട്ട്സ്, ലീഫി വെജിറ്റബിൾസ്, പൊട്ടറ്റോസ്, അതേപോലെ തന്നെ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, പേരയ്ക്ക, നെല്ലിക്ക, ഇതൊക്കെയാണ് എന്ത്? വിറ്റാമിൻ സിയുടെ സോഴ്സസ്. ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി ഈസ് സംടൈംസ് കോൾഡ് ദ സൺഷൈൻ വിറ്റാമിൻ. വിറ്റാമിൻ ഡിയെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? സൺഷൈൻ വിറ്റാമിൻ. Along with minerals such as calcium and phosphorus provide growth and strength to bones and teeth. അതായത് മിനറൽസുകൾ കൂടി ചേർന്നിട്ട്, കാൽസ്യം ഫോസ്ഫറസും കൂടി ചേർന്നിട്ട് നമ്മുടെ പല്ലിനും നമ്മുടെ ബോൺസിനൊക്കെ എന്തുണ്ട്? സ്ട്രെങ്ത്തും അതേപോലെ തന്നെ ഗ്രോത്തൊക്കെ എന്തുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓയിലി ഫിഷ്, മിൽക്ക്, ചീസ് ആൻഡ് ഗീ ആർ ദ സോഴ്സ് ഓഫ് വിറ്റാമിൻ. വിറ്റാമിൻ ഡിയുടെ സോഴ്സസ് ഏതൊക്കെയാണ്? ഓയിലി ഫിഷ്, മിൽക്ക്, ചീസ്, ഗീ, ഇതൊക്കെയാണ് എന്ത്? വിറ്റാമിൻ ഡിയുടെ സോഴ്സസ്. അവർ സ്കിൻ ഹാസ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് വിറ്റാമിൻ ഡി ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ സ്കിന്നിലേക്ക് വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാനുള്ള എന്തുണ്ട്? കഴിവ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇ ഈസ് നീഡഡ് ടു സ്ട്രെങ്തിൻ മസിൽസ് ആൻഡ് ടിഷ്യൂ. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെയും മസിലുകളുടെയും ശക്തിപ്പെടുത്തുന്നതിന് എന്താവശ്യമാണ്? വിറ്റാമിൻ ഇ ആവശ്യമാണ്. ഇറ്റ് ഈസ് ആൾസോ ഗുഡ് ഓക്സിഡൻറ്റ്. ഇതൊരു ഗുഡ് ഓക്സിഡൻ്റ് ആയിട്ട് എന്തുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. ലെഗ്യൂംസ് ആൻഡ് ഗ്രെയിൻസ് ആർ ഇറ്റ് സോഴ്സ്. ഇതിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണ്? ലെഗ്യൂംസ്, പയറുവർഗ്ഗങ്ങൾ, ഗ്രെയിൻസ്, ഇതൊക്കെയാണ് വിറ്റാമിൻ ഇയുടെ സോഴ്സസ്. ദെൻ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. വിറ്റാമിൻ കെ ഹെൽപ്പ് ദ ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോസസ്. രക്തം കട്ട പിടിക്കുന്ന പ്രോസസ്സിന് സഹായിക്കുന്ന വിറ്റാമിനാണ് എന്ത്? വിറ്റാമിൻ കെ. ലീഫി ഗ്രീൻസ് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് ഇറ്റ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സസ് ഏതാണ്? ലീഫി ഗ്രീൻസ് ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സസ്. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വിറ്റാമിൻസിനെ കുറിച്ചായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് വിറ്റാമിൻ എ ആയിരുന്നു. പിന്നെ വിറ്റാമിൻ ബി. വിറ്റാമിൻ ബിയിൽ നമ്മൾ 8 ബി കോംപ്ലക്സ് വിറ്റാമിൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, ദെൻ ലാസ്റ്റ് വൺ വിറ്റാമിൻ കെ. ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് കരുതുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.